രസം എന്നാന്ന് വെച്ചാൽ 24 പൗണ്ടായിരുന്നു നമ്മുടെ ടിക്കറ്റിന് മാത്രം നമുക്ക് ആയ എമൗണ്ട്. ആ ഫുൾ 24 പൗണ്ട്സും നമുക്ക് വിത്തിൻ 2 hours റീഫണ്ടായി. ഹായ് ഫ്രണ്ട്സ്, അബീസ് യുകെയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഷെഫീൽഡ് വരെ നമ്മൾ പോയിട്ടുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓൾറെഡി ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ടു ആൻഡ് ഫ്രോ ബുക്ക് ചെയ്തിരുന്നു. ഇവിടുന്ന് ഷെഫീൽഡിലോട്ട് തിങ്കളാഴ്ച പോയി തിരിച്ച് നമ്മൾ വെള്ളിയാഴ്ച വരുന്ന രീതിയിലാണ് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഇൻ ബിറ്റ്വീൻ നമുക്ക് ബുധനാഴ്ച പെട്ടെന്ന് തിരിച്ചു വരേണ്ട ഒരു ആവശ്യം വന്നു. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തു പോവുകയും ചെയ്തു. അത് ക്യാൻസൽ ചെയ്യാനുള്ള റീഫണ്ടബിൾ ടിക്കറ്റും അൺറീഫണ്ടബിൾ ടിക്കറ്റും ഉണ്ടല്ലോ. നമ്മൾ ട്രെയിൻ ലൈൻ ത്രൂ ആണ് നമ്മൾ എല്ലാ ടിക്കറ്റും ബുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ റീഫണ്ടബിൾ ടിക്കറ്റിന് ഭയങ്കര റേറ്റ് കൂടുതലാണ്. ഓൾമോസ്റ്റ് ഒരു 10-20 പൗണ്ടോളം വ്യത്യാസം വരും നമ്മൾ റീഫണ്ടബിൾ ആയിട്ട് ടിക്കറ്റ് എടുക്കണമെങ്കിൽ. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് ഇപ്രാവശ്യം ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞ് നമ്മൾ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ്. പക്ഷെ എന്നാലും ഇപ്രാവശ്യം ചുമ്മാ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ടിക്കറ്റ് എടുത്ത ടൈമിൽ സ്ഥലം ഡിസൈഡ് ചെയ്തു, ടൈം ഡിസൈഡ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് നമ്മൾ ചെക്കൗട്ടിൻ്റെ ടൈം പേയ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഡു യു വാണ്ട് ആൻഡ് ട്രാവൽ ഇൻഷുറൻസ് എന്ന് ചോദിക്കുന്ന ഒരു കോളമുണ്ട്. അപ്പോൾ അത് നമ്മൾ ടിക്ക് ചെയ്യുവാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ജേർണിയിലും മാക്സിമം ഒരു 2 പൗണ്ട് മാക്സിമം ഒരു 2 പൗണ്ട് നമ്മൾ എക്സ്ട്രാ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ട്രാവൽ ഇൻഷുറൻസ് നമുക്ക് നമ്മുടെ ടിക്കറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഒരു 2-3 പ്രാവശ്യമായിട്ട് ഞങ്ങളിപ്പോൾ ആ ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നുണ്ടായി. എന്താ സംഭവം എന്ന് ശരിക്കും അറിയാൻ പാടില്ല. വായിച്ചു നോക്കിയപ്പോൾ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു മെഡിക്കൽ എമർജൻസി നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ഒരു ട്രാവൽ പാർട്ട്ണർക്കോ ഒരു അസുഖം ഉണ്ടായി, ഇൽനെസ്, ഡെത്ത് അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മെഡിക്കൽ അല്ലാത്ത വേറൊരു എമർജൻസി, എന്തൊരു കാരണം ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ എടുക്കുന്ന ടിക്കറ്റിൻ്റെ പൈസ റീഫണ്ട് ആവുന്നതിന് വേണ്ടിയിട്ടെന്നാണ് നമ്മൾ ഇതിൽ കണ്ടത്. അപ്പം നമുക്കിതിൻ്റെ പ്രൊസീജിയർ ഒന്നും വേറെ അറിയാൻ പാടില്ല. പിന്നെ ഒരു 2 പൗണ്ടിൻ്റെ കാര്യമല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് നമ്മൾ റീസെൻ്റ്ലി കുറച്ച് ടിക്കറ്റിന് അങ്ങനെ എടുത്തിരുന്നു. ഇപ്രാവശ്യമാണ് നമ്മൾ ശരിക്കും യൂസ് ചെയ്യേണ്ട കാര്യം വന്നത്. നമ്മൾ ടു ആൻഡ് ഫ്രോ ടിക്കറ്റ് എടുത്തു, വൺ സൈഡ് നമ്മൾ യൂസ് ചെയ്തു. ഇങ്ങോട്ടുള്ള ടിക്കറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ദിവസം മുന്നേ ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്യണം. ഇതിൻ്റെ അകത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഷുവർ അല്ലാത്ത ഒരു ജേർണിയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഉറപ്പില്ല നമ്മൾ ട്രാവൽ ചെയ്യുന്നു, പക്ഷേ നേരത്തെ അങ്ങ് ടിക്കറ്റും എടുത്ത് വെക്കാം, അങ്ങനെ ഒരു പ്ലാനുള്ള ഒരു ജേർണിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ട്രാവൽ ഇൻഷുറൻസ് ആഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ടിക്കറ്റിൻ്റെ കൂടെ. ഒരു കാര്യവും ഇല്ല, വളരെ സിമ്പിളാണ്. നമ്മൾ എല്ലാം ഡിസൈഡ് ചെയ്ത് നമ്മൾ ചെക്കൗട്ടിൻ്റെ ടൈമിൽ അവർ നമ്മളോട് ഒരു ഓപ്ഷൻ ഉണ്ട്, വേണോ വേണ്ടോ എന്ന് ജസ്റ്റ് ടിക്ക് ചെയ്യുക. അതിനൊരു എക്സ്ട്രാ എമൗണ്ട് ഉണ്ട്, മാക്സിമം 2 പൗണ്ട്, മിക്കയിലും 0.99 പൗണ്ട്സ് ആയിരിക്കും, അതായത് 99 പെൻസ്. അതുകൂടെ ആഡ് ചെയ്ത് നമ്മൾ ചെക്കൗട്ട് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് സാധാരണ നമ്മൾ ട്രെയിൻ ലൈനിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇമെയിലോട്ട് നമുക്ക് കൺഫർമേഷൻ മെയിൽ വരും ടിക്കറ്റ് ബുക്കായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമതൊരു മെയിൽ വരും, നിങ്ങളുടെ ട്രാവൽ ഇൻഷുറൻസ് നമ്പർ ഇതാണ്, ഡീറ്റെയിൽസ് ഒക്കെ ഇതാണെന്നും പറഞ്ഞ് ഒരു ഡോക്യുമെൻ്റ് ഉൾപ്പെടെ ഒരു മെയിൽ വരും. ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് ഇത് നമ്മൾ ക്ലെയിം ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആ ടിക്കറ്റ് യൂസ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. ആ ടിക്കറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമുക്ക് ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പം ഇവർ നമ്മുടെ അവരുടെ പേജിൽ തന്നെ പറയുന്നുണ്ട് മാക്സിമം ആസ് സൂൺ ആസ് പോസിബിൾ ക്ലെയിം ചെയ്യാൻ. അപ്പം നമ്മളൊരു 10 മണിക്കൊക്കെയാണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴാണോ നമ്മൾ നമ്മുടെ തീരുമാനം മാറുന്നത് അപ്പം തന്നെ അങ്ങ് ക്ലെയിം ചെയ്തേക്കാം. ഇത് വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ഡോക്യുമെൻ്റ് അവർ അയച്ചു തരും, നമ്മുടെ ട്രാവൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെൻറ്റ്, നമ്മുടെ പേരും ഡോക്യുമെൻറ്റ് നമ്പറും എല്ലാം കൂടെ വെച്ചിട്ട്, ഇൻഷുറൻസ് നമ്പറും എല്ലാം വെച്ച്. അപ്പം ആ ഡോക്യുമെൻറ്റിൽ തന്നെ ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം എർഗോ എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് പ്രൊവൈഡറാണ് ഇത് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ട്രാവൽ ഇൻഷുറൻസ് നമ്പർ, ആ ഇൻഷുറൻസിൽ നമുക്ക് ഡോക്യുമെൻറ്റിൽ കാണുന്ന നമ്പറും എനിക്ക് തോന്നുന്നു നമ്മുടെ മെയിൽ ഐ ഡി, ഏത് മെയിൽ ഐ ഡി വെച്ചാണോ നമ്മൾ ഇതിന് വേണ്ടിയിട്ടെല്ലാം രജിസ്റ്റർ ചെയ്തത്, ആ മെയിൽ ഐ ഡിയും വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ പേജിലുള്ളിലോട്ട് കയറാം. അകത്ത് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കണം. അതായത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ആരാണ് ട്രാവൽ ചെയ്യാൻ നോക്കിയിരുന്നത്, അവരുടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, സാധാരണ ഹൗസ് നമ്പർ, സ്ട്രീറ്റ്, അതുപോലത്തെ കാര്യങ്ങൾ. പിന്നെ രണ്ടാമത്തെ പേജ് എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ക്ലെയിം ചെയ്യുന്നത്, ക്യാൻസലേഷൻ ആണോ, അതോ ഈ ക്ലെയിമിൻ്റെ അകത്ത്, ഇൻഷുറൻസിൻ്റെ അകത്ത് കവർ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് വല്ലതും നമുക്ക് നഷ്ടപ്പെട്ടാൽ അത് നമുക്ക് ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യാം. പക്ഷേ ഇവരെടുത്ത് വേറൊരു സംഭവം പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു അഡ്വേഴ്സ് വെതർ കണ്ടീഷൻ മൂലമാണ് നമ്മളിത് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ അത് അവർ റിജക്റ്റ് ചെയ്യും. അത് ആദ്യമേ നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോഴും അവർ പറയും, നമ്മൾ ക്ലെയിം ചെയ്യാൻ നേരത്തും പറയാം. അപ്പം ഒരിക്കലും നമുക്ക് വെതർ കണ്ടീഷൻ എന്നും പറഞ്ഞ് നമുക്കൊരു ക്ലെയിം ചെയ്യാൻ പറ്റില്ല.
അപ്പം ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഫോം ഫില്ല് ചെയ്തു. രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് എന്താണ് റീസൺ. ഇപ്പം ഞങ്ങൾ ഇപ്രാവശ്യം വെച്ചത് എനിക്ക് GP അപ്പോയിൻമെൻറ്റ്, ഞങ്ങൾ താമസിക്കുന്ന വാരിങ്ടണിലാണ്, GP അപ്പോയിൻമെൻറ്റ് കിട്ടിയത് വാരിങ്ടണിലാണ്. അപ്പം അത് ബുധനാഴ്ചത്തേക്ക് കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ വെള്ളിയാഴ്ചത്തെ ഞങ്ങളുടെ ട്രിപ്പ് ബുധനാഴ്ചത്തേക്ക് മാറ്റുവാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളിയാഴ്ചത്തെ ക്ലെയിം സബ്മിറ്റ് ചെയ്യാമെന്നും പറഞ്ഞാണ് ചെയ്തത്. ഇത് ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ അടുത്ത ഫോമിൽ അവർ ചോദിക്കുന്നത് അപ്ലോഡ് ദ എവിഡൻസ്. അപ്പം ഞങ്ങൾ പെട്ടു. നമ്മൾ എവിഡൻസ് എന്ത് കാണിക്കുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അവർ പറയുന്നത് നമുക്കൊരു എന്തെങ്കിലും അസുഖമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഒരു സെൽഫ് ഡിക്ലറേഷൻ കൊടുക്കാം എന്നും പറഞ്ഞ ഒരു ഇത് സെക്ഷനുണ്ട്. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോർഷനുണ്ട്. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ മെഡിക്കൽ ഡിക്ലറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു GP അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും തന്നെ അതിൽ ചെയ്യണമല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ എന്താണെങ്കിലും ഫസ്റ്റ് ടൈമാണ്, പോയാൽ പോട്ടെ, അല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. നമുക്ക് വേറെ ആരോടും ചോദിച്ചിട്ട് ആർക്കും അറിയാനും പാടില്ല. അങ്ങനെ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സെൽഫ് ഡിക്ലറേഷൻ എന്നും പറഞ്ഞ് ഞാൻ ഒരു വൈറ്റ് പേപ്പറിൽ നമ്മൾ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ എഴുതി ഒരു സല്യൂട്ടേഷനൊക്കെ കൊടുത്ത്, ഡിയർ സാർ, ഇതാണ് ഞങ്ങളുടെ കാര്യങ്ങൾ, ഇതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഞങ്ങളുടെ ട്രെയിൻ ടൈം ഇതായിരുന്നു, ഈ ദിവസത്തേക്കായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം, അത് കാരണം ഈ ദിവസത്തെ ഞങ്ങളുടെ ക്ലെയിം ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞ് സൈനൊക്കെ ചെയ്ത് അത് ഒന്ന് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തു. പിന്നെ ചോദിച്ചത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്ലെയിം ചെയ്ത ടിക്കറ്റിൻ്റെ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു. അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അതിൻ്റെ QR കോഡിൻ്റെ ആ സംഭവമെല്ലാം അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു. അതും ചെയ്തു. എന്നിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പം തന്നെ നമുക്കൊരു നമ്മുടെ മെയിലിലോട്ട് ഇത് വരും, നിങ്ങളുടെ ക്ലെയിം നമ്പർ ഇതാണ്, പിന്നീട് സൂക്ഷിക്കുക എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടെന്ന്. ഇത് കഴിഞ്ഞ് രസം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ട്രാവൽ ചെയ്ത് ഇവിടെ എത്താറായപ്പോഴത്തേക്കും തന്നെ എനിക്കൊരു മെയിൽ വന്നു, ഇൻ റിവ്യൂ ആണ് എന്നും പറഞ്ഞുകൊണ്ട്. നമ്മൾ ഓർത്തു എന്താവുമെന്ന് അറിയത്തില്ലല്ലോ, റിവ്യൂലാന്ന് പറഞ്ഞ മെയിൽ വന്ന്. കുറച്ച് കഴിഞ്ഞൊരു 2 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു, ഇതുപോലെ നിങ്ങളുടെ ക്ലെയിം സക്സസ്ഫുൾ ആയിട്ടുണ്ട്, കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് വിത്തിൻ 5 വർക്കിംഗ് ഡേയ്സ് നമ്മുടെ ഇതിലോട്ട് റീഫണ്ട് ആവുമെന്ന്. രസം എന്താണെന്ന് വെച്ചാൽ 24 പൗണ്ടായിരുന്നു നമ്മുടെ ടിക്കറ്റിന് മാത്രം നമുക്ക് ആയ എമൗണ്ട്. ആ ഫുൾ 24 പൗണ്ട്സും നമുക്ക് വിത്തിൻ 2 hours റീഫണ്ടായി, നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയി വന്നു. അപ്പം നമ്മൾ ഈ ഫോമൊക്കെ ഫില്ല് ചെയ്യുന്ന കൂട്ടത്തിൽ അവർ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മേടിക്കും. ഏത് അക്കൗണ്ടിലോട്ടാണ് നിങ്ങൾക്ക് റീഫണ്ട് വേണ്ടിയത് ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് മേടിക്കും. അപ്പോൾ അതിലോട്ട് നമുക്ക് റീഫണ്ടുമായി, ഫുൾ എമൗണ്ട് റീഫണ്ട് വന്നു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, അപ്പോൾ ഞാൻ ഇങ്ങനെ വലിച്ചു നീട്ടി പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് അത്യാവശ്യം പണിയുള്ള പരിപാടിയാണ്, പക്ഷെ വളരെ സിമ്പിളാണ്. നമ്മൾ UK യിലാണല്ലോ, നമ്മൾ എന്തൊക്കെ കാര്യത്തിന് എന്തൊക്കെ രീതിയിൽ ഫോമൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്, അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് കുറേ പേർക്കൊന്നും ഇത് അറിവില്ലാത്തത് കാരണം നമ്മൾ ആ ഒരു ടിക്ക് ചെയ്യത്തില്ല. 99p, അതായത് 1 പൗണ്ട് ഇല്ല മിക്ക സ്ഥലത്തോട്ടുമുള്ള നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ ട്രാവൽ ഇൻഷുറൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് ക്യാൻസലേഷനുള്ള ഫുൾ റീഫണ്ട് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് വല്ലതും പോയെങ്കിലുള്ള റീഫണ്ട് ഉണ്ട്, ഡിപ്പാർച്ചർ, അതായത് നമ്മൾ മിസ് ചെയ്തു ട്രെയിൻ നമ്മൾ മിസ് ചെയ്തെങ്കിൽ അതിന് വരെയുള്ള ഇതുമുണ്ട്. അപ്പം റീസെൻ്റ്ലി ആണ് ഇത് നമുക്ക് മനസ്സിലായത്. അപ്പം ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരപ്പെട്ടോന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതും. അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. അപ്പോൾ എനിവേ സ്റ്റേ ട്യൂൺഡ് ടു അബീസ് UK ചാനൽ. ബൈ.